ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന വിഷയം ലൈറ്റ്നിങ് ഫോട്ടോഗ്രാഫിയെ പറ്റിയാണ്. അതായത് മിന്നലിൻ്റെ ഫോട്ടോ എങ്ങനെ എടുക്കാം. നമ്മൾ മിന്നലിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം സേഫ്റ്റിയാണ്. നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും ഒരു സേഫായിട്ടുള്ള ഡിസ്റ്റൻസിൽ നിന്നേ മിന്നലിൻ്റെ ഫോട്ടോ എടുക്കാൻ പാടുള്ളൂ. അതായത് മിന്നൽ നമ്മളിൽ നിന്നും വളരെ ദൂരെയാണെങ്കിൽ മാത്രമേ നമ്മൾ മിന്നലിൻ്റെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കാവൂ. മിന്നൽ വളരെ ദൂരെയാണെന്ന് എങ്ങനെ തിരിച്ചറിയും? അതായത് മിന്നലിന് ശേഷം ഇടിയുടെ ശബ്ദം വരുന്നില്ല എങ്കിൽ മിന്നൽ വളരെ ദൂരെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. മിന്നൽ അടുത്തേക്ക് വരുന്തോറും ഇടിയുടെ ശബ്ദം കൂടി വരും. നമുക്ക് മിന്നലിൻ്റെ ഫോട്ടോ എടുക്കാൻ ആവശ്യമായിട്ടുള്ളത് ഒരു DSLR ക്യാമറ അല്ലെങ്കിൽ മാനുവൽ മോഡുള്ള ഒരു സ്മാർട്ട് ഫോണോ മതി. കൂടാതെ ഇതിനെ സ്റ്റഡി ആയിട്ട് വയ്ക്കാൻ ഇതുപോലത്തെ ചെറിയ ട്രൈപോഡോ അല്ല വലിയ ട്രൈപോഡോ ഉണ്ടെങ്കിൽ അതോ യൂസ് ചെയ്യാം. ഇനി എവിടെയാണ് മിന്നലുള്ളതെന്ന് വെച്ചാൽ ആ ഭാഗത്തേക്ക് നമ്മുടെ ക്യാമറ ട്രൈപോഡിൽ സെറ്റ് ചെയ്യുക. ഇനി നല്ല ഇരുട്ടാണ്, അതായത് രാത്രിയാണ് മിന്നലുണ്ടാകുന്നതെങ്കിൽ നമ്മുടെ ക്യാമറയുടെ ഷട്ടർ സ്പീഡ് വളരെ കുറച്ച് വയ്ക്കണം. അതായത് ഒരു 10 സെക്കൻഡ് മുതൽ 30 സെക്കൻഡ് വരെ ഷട്ടർ ഓപ്പൺ ആക്കി വയ്ക്കുന്ന രീതിയിൽ ഷട്ടർ സ്പീഡ് സെറ്റ് ചെയ്യുക. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഓരോ ടൈം ഇൻ്റർവെൽ വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കാം. അതിൽ ഏതെങ്കിലുമൊക്കെ ഫ്രെയിമിൽ നമുക്ക് നല്ല രീതിയിൽ മിന്നലിൻ്റെ ഫോട്ടോ കിട്ടും. നമ്മുടെ കൈവശം ഇൻ്റർവെലോമീറ്റർ എന്ന് പറഞ്ഞ ഡിവൈസ് ഉണ്ടെങ്കിൽ അതാവും ഏറ്റവും നല്ലത്. അതാകുമ്പോൾ നമുക്ക് ഇത്ര സമയം സെറ്റ് ചെയ്ത് അത് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് ഫോട്ടോകൾ എടുത്തുകൊണ്ടിരിക്കും. ഇനി ഇൻ്റർവെലോമീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് മാനുവലായിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കാം. ഇനി ക്യാമറാസിലും മറ്റും നമ്മൾ കൈകൊണ്ട് ഷട്ടർ ബട്ടൺ ഞെക്കുന്നതിന് പകരം വൈഫൈയോ മറ്റോ ഉപയോഗിച്ച് ഒരു സ്മാർട്ട് ഫോൺ വഴി ഫോട്ടോ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. അതാകുമ്പോൾ നമ്മുടെ കൈ തട്ടിയിട്ട് ക്യാമറയിൽ അധികം ഷെയ്ക്ക് വരാൻ ചാൻസ് ഇല്ല. ഇനി സന്ധ്യാസമയം അല്ലെങ്കിൽ വൈകുന്നേരമാണ് മിന്നലുണ്ടാകുന്നതെങ്കിൽ നമുക്ക് ഇത്രയും സ്ലോ ഷട്ടറിൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഓവർ എക്സ്പോസ് ആയി പോകും. അതുകൊണ്ട് നമ്മൾ ഷട്ടർ സ്പീഡ് ഒരു 2 സെക്കൻഡോ 1 സെക്കൻഡോ ഒക്കെ വെച്ച് ഫോട്ടോ എടുക്കണം. നമ്മൾ പിന്നീട് ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫോക്കസ് മോഡ് മാനുവൽ ഫോക്കസിൽ ഇട്ടിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നമ്മുടെ ഫോക്കസ് ഇടയ്ക്കിടയ്ക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മാറി ഫോർഗ്രൗണ്ടിലോട്ട് ഫോക്കസായി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നീട് ISO രാത്രിയിലാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ ഏറ്റവും മിനിമം 100ലോ 200ലോ സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി രാത്രി മിന്നലിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ ക്യാമറസിൽ ബൾബ് മോഡെന്ന് പറഞ്ഞൊരു മോഡുണ്ട്. ഈ മോഡിട്ട് ഫോട്ടോ എടുക്കണമെങ്കിൽ നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് 2 മിനിറ്റോ 3 മിനിറ്റോ നമുക്ക് ഇഷ്ടമുള്ള അത്രയും നേരം നമ്മുടെ ഷട്ടർ ഓപ്പൺ ആക്കി വയ്ക്കാൻ പറ്റും. പക്ഷേ ഈ ബൾബ് മോഡ് യൂസ് ചെയ്യണമെങ്കിൽ ഇൻ്റർവെലോമീറ്ററോ ഇല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ട് സ്മാർട്ട് ഫോൺ വഴിയോ അത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ട്രൈപോഡോ മറ്റോ ഒന്നുമില്ലാതെ നമ്മൾ എങ്ങനെ മിന്നലിൻ്റെ ഫോട്ടോ എടുക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിനായി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാമറയോ സ്മാർട്ട് ഫോണോ വീഡിയോ മോഡിലിട്ടിട്ട് നമ്മൾ മിന്നലിൻ്റെ വീഡിയോ എടുക്കുക. ഇനി ഈ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ അതിലേതെങ്കിലുമൊക്കെ 1-2 ഫ്രെയിംസിൽ നല്ലപോലെ മിന്നൽ സ്ട്രൈക്ക് ചെയ്യുന്ന ഫൂട്ടേജസ് കാണും. ആ ഭാഗം നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല മിന്നലിൻ്റെ ഫോട്ടോ അതിൽ നിന്നും ലഭിക്കും. ഈ രീതിയിൽ നമുക്ക് മിന്നലിൻ്റെ ഫോട്ടോ എടുക്കാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മിന്നലിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സേഫ്റ്റിയാണ്. നമ്മളിപ്പോൾ ട്രൈപോഡ് വെച്ച് ഒരേ പൊസിഷനിൽ വെച്ചിട്ട് ഒരു 10-25 മിന്നലിൻ്റെ ഫോട്ടോസ് എടുത്തെന്ന് വയ്ക്കുക. ഈ ഫോട്ടോസ് എല്ലാം ഫോട്ടോഷോപ്പിൽ സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിമനോഹരമായ ഒരു മിന്നലിൻ്റെ ഫ്രെയിം കിട്ടും. അതായത് ഒരു ഫ്രെയിമിൽ തന്നെ ഒന്നിലധികം മിന്നലുകൾ വരുന്ന ഒരു ഫോട്ടോ നമുക്ക് അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ദിസ് ഈസ് സദിൽ ആൻഡ് ഐ വിൽ ക്യാച്ച് യു ലേറ്റർ.